നമസ്കാരം. ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മുടെ തുറമുഖത്തിന് എത്രത്തോളം വളരാം, പരിമിതികൾ എന്തൊക്കെയാണ് തുടങ്ങിയവ സെയിലിംഗ് മന്ത്രി പരിശോധിക്കുന്നു. അത്തരത്തിലൊരു പഠനത്തിനും താരതമ്യത്തിനും നമ്മളെ സഹായിക്കുന്നത് JNPTയെ സംബന്ധിച്ചിട്ടുള്ള ചില കണക്കുകൾ പുറത്തു വന്നതോടുകൂടിയാണ്. ഏകദേശം ഇത് 37ാമത്തെ വർഷമാണ്. മുംബൈയിലെ നവശേവ 2 ഗ്രാമങ്ങളിലാണ്, രണ്ട് മത്സ്യബന്ധന ഗ്രാമങ്ങളായിരുന്നു അത്. അവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ ടെർമിനൽ. അന്ന മൽഹോത്ര, പിതൃത്വം അവർക്കാണ്. അന്ന മൽഹോത്ര എന്ന് പറയുന്ന മലയാളിയാണ്. പക്ഷെ അവരെ നമ്മൾ പൂർണ്ണമായും വിസ്മരിച്ചു. ആ തുറമുഖത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ നേട്ടമെന്ന് പറയുന്നത് 100 മില്യൺ ടൺ കൈകാര്യം ചെയ്തു എന്നുള്ള ഒരു വാർത്ത വരികയാണ്. 100 മില്യൺ എന്ന് പറഞ്ഞാൽ 10 കോടി ടൺ, കണ്ടെയ്നർ കണക്കല്ല, 10 കോടി ടൺ കൈകാര്യം ചെയ്ത ഇന്ത്യയിലെ 4ാമത്തെ പോർട്ടാണ്. പാരദ്വീപ്, മുണ്ട്ര, കണ്ട്ല, ദീൻദയാൽ, ഈ പോർട്ടുകളുടെ കൂട്ടത്തിൽ JNPT എത്തിയിട്ടുണ്ട്. JNPT പൂർണ്ണമായും കണ്ടെയ്നറാണ്. അതിന്റെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കുള്ള പരിമിതികളും നമുക്കുള്ള അഡ്വാൻറ്റേജസും എന്തൊക്കെയാണ്. കാരണം രണ്ടും ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന പോർട്ടുകളാണല്ലോ. JNPTയെ കുറിച്ച്, ദ പോർട്ട് ഹാസ് എ ഡെപ്ത് ഓഫ് 16 മീറ്റേഴ്സ് ദാറ്റ് അലൌസ് കണ്ടെയ്നർ വെസൽസ് ഓഫ് 14,000 16,000 TEUs ടു ഡോക്ക്. അപ്പോ 16 മീറ്റർ ഡ്രാഫ്റ്റേ ഉള്ളൂ. 16,000 TEU കപ്പലുകളെ വരെ അവിടെ പ്രവേശിപ്പിക്കുക. അപ്പോൾ പരിമിതി അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ വാദ്വാനിലോട്ടൊക്കെ ശ്രദ്ധ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 18-20 മീറ്റർ ഡ്രാഫ്റ്റ് ഉള്ളപ്പോൾ നമുക്കുള്ള അഡ്വാൻറ്റേജ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം ഇത് 37ാമത്തെ വർഷത്തിലാണ് 10 കോടി ടൺ അവർ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. നമ്മള് 1.5 വർഷമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു തരത്തിൽ നമ്മളും JNPTയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ പോലും നമ്മളിങ്ങനെ വലിയ സ്വപ്നങ്ങൾ കാണാൻ ശ്രമിക്കുകയാണ്. ദ പോർട്ട് ടേൺസ് അറൌണ്ട് ഷിപ്സ് ഇൻ അബൌട്ട് 22 hours, കമ്പാരബിൾ ടു ദ ബെസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി. 37 വർഷം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് 22 മണിക്കൂർ കൊണ്ട് ഒരു കപ്പലിനെ പോർട്ടിൽ പ്രവേശിപ്പിച്ച് തിരിച്ചുവിടാൻ കഴിയുന്നത്. നമ്മൾ കഴിഞ്ഞ ജനുവരി മാസത്തിൽ തന്നെ 22.29 മണിക്കൂർ കൊണ്ട് ശരാശരി ഒരു മാസത്തെ പ്രവർത്തനത്തിനൊടുവിൽ കപ്പലുകളെ തിരിച്ചുവിട്ടു. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ JNPTയേക്കാൾ പെർഫോമൻസ് നടത്താൻ കഴിയും. JNPT's ലൊക്കേഷണൽ അഡ്വാൻറ്റേജസ് ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് റെയിൽ ആൻഡ് 6-8 ലെയിൻ റൂട്ട് കണക്ടിവിറ്റി. ഇവിടെയാണ് നമ്മൾ വട്ടപൂജ്യം. റെയിലുമില്ല, ഒരു റോഡുമില്ല. ഇവിടെ 6-8 ലെയിൻ റോഡും റെയിൽ കണക്ടിവിറ്റിയും വെച്ചുകൊണ്ടാണ് അവര് 10 കോടി ടൺ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇൻഫാക്ട് ദർ ഇസ് നോ അതർ പോർട്ട് ഇൻ ഇന്ത്യ വെയർ ഓൾ ദ വേൾഡ്സ് ടോപ്പ് 3 കണ്ടെയ്നർ ടെർമിനൽ ഓപ്പറേറ്റേഴ്സ്, PSA എന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ പോർട്ടാണ്, DP വേൾഡ് ദുബായ് പോർട്ട്, APM ടെർമിനൽ മേഴ്സ്കിന്റെ പാരന്റ് കമ്പനി, റൺ ഫെസിലിറ്റി സൈഡ് ബൈ സൈഡ്. അടുത്തടുത്തായിട്ട് ലോകത്തിലെ ഏറ്റവും വമ്പൻ പോർട്ട് ഓപ്പറേറ്റർമാരാണ് പ്രവർത്തിക്കുന്നത്. CMA CGM ഓൾസോ റൺസ് എ ഫെസിലിറ്റി അറ്റ് ദ പോർട്ട് ത്രൂ എ JV വിത്ത് JM Bakshi Ports Logistics Limited. അപ്പൊ 4 പേരുണ്ട് ഇപ്പോ. പ്രധാനപ്പെട്ട ലോകത്തിലെ വമ്പൻ MSC ഒഴിച്ച് PSA, DP വേൾഡ്, APM ടെർമിനൽ ആൻഡ് CMA CGM. നമുക്കിവിടെ MSC മാത്രമാണുള്ളത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വമ്പൻ കമ്പനികൾ 4 പേര് മത്സരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഒരു മെച്ചം തീർച്ചയായിട്ടും ആ തുറമുഖത്തിന് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തുറമുഖമായതുകൊണ്ട് തന്നെ എല്ലാ പോർട്ട് ഓപ്പറേറ്റർമാരും മത്സരിച്ച് അവിടെ കണ്ടെയ്നറുകൾ എത്തിക്കാൻ, ചരക്കെത്തിക്കാൻ ശ്രമിക്കും എന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ കപ്പാസിറ്റി പറയുന്നുണ്ട് 10.4 MTU ആണ് JNPTയുടെ കപ്പാസിറ്റി. 10.4 MTU എന്ന് പറയുമ്പോൾ 1,04,00,000.
1,04,00,000 എന്ന് പറയാവുന്ന കപ്പാസിറ്റി ഉള്ള ഒരു പോർട്ടുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ സ്വപ്നം എത്രയാണ്? 10 കോടിയാണ്. ഇപ്പോ 10 ലക്ഷം, അത് കഴിഞ്ഞ് 57 ലക്ഷം, പിന്നെ നമ്മുടെ ലക്ഷ്യം 10 കോടിയാണ്. ഇവിടെ JNPT ഇപ്പോഴും 1 കോടി 10.4 MTU ആണ് കപ്പാസിറ്റി. റെയിലും 8 ലൈൻ റോഡും ഒക്കെ ഉള്ളപ്പോ ഇതൊന്നുമില്ലാത്ത നമ്മൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ സ്വപ്നം കാണേണ്ടതുണ്ട്. എക്സ്പാൻഡഡ് കണ്ടെയ്നർ ടെർമിനൽസ്, ഇന്റഗ്രേഷൻ വിത്ത് ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ. നമ്മൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ ആൻഡ് ടാർഗറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ട്രക്കിംഗ് കപ്പാസിറ്റി, റീഫർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഓട്ടോമേഷൻ have collectively driven significant gains in productivity and vessel turnaround times. എന്തൊക്കെയാണ് അവർക്കുള്ള ഫെസിലിറ്റി? നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത തരത്തിലുള്ള. കാരണം എന്താണ്? രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധ, രാജ്യത്തിന്റെ മുഴുവൻ ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം JNP നവശേവ പോർട്ടിനെ ചുറ്റിപ്പറ്റിയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടാണ്. അതുകൊണ്ട് അവർക്ക് എല്ലാ പരിലാളനയും നൽകണം. ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ, ട്രക്കിംഗ് കപ്പാസിറ്റി, റീഫർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിക്കുവാനും കൈകാര്യം ചെയ്യുവാനുമുള്ള ഫെസിലിറ്റി, ഓട്ടോമേഷൻ ഹാവ് കളക്റ്റീവ്ലി ഡ്രിവൺ സിഗ്നിഫിക്കന്റ് ഗെയിൻസ് ഇൻ പ്രൊഡക്ടിവിറ്റി ആൻഡ് വെസൽ ടേണറൗണ്ട് ടൈം. എഫിഷ്യൻസി കൂട്ടുന്നതിന് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റെയിൽ നെറ്റ്വർക്കും ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറും ഒക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കണ്ടെയ്നർ മൂവ്മെന്റ്സ് ഒക്കെ വളരെ ഫാസ്റ്റ് ആവും. JNP became India's leading container gateway through a strong blend of location, policy. നമുക്കില്ലാത്ത സാധനം അതാണ്. ഇവിടെ എന്താണ് നമ്മുടെ തുറമുഖത്തിനെ സംബന്ധിച്ചൊരു നയമുണ്ടോ? ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത്? ഇതിന്റെ വളർച്ച എങ്ങനെയാണ്? ഏതൊക്കെ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് ഇതിന് വേണ്ടത്? ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ഒരു ഭരണകൂടം. Blend of location, policy and institutional strength. നമ്മൾ ഇന്നുവരെ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കിവിടെ ഒരു തുറമുഖം വന്നു, 1800 കപ്പലുകൾ വന്നു. കാരണം ഗേറ്റ് തുറക്കാത്തൊരു തുറമുഖത്തെ കുറിച്ച് നമ്മൾ ഇതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഭരണാധികാരികളുടെ ചിന്തയും മനോഭാവവും. ഇനിയുമുണ്ട് അവരെ കുറിച്ചുള്ള നേട്ടങ്ങൾ. ഓഫ് ദ 277.38 hectares of freehold land earmarked for SEZ. നമ്മളിത് ചിന്തിച്ചിട്ടുണ്ട് ഇതുവരെ? അവിടെ SEZ 277.38 ഹെക്ടർ. എങ്ങനെ പോയാലും ഒരു 350-400 ഏക്കർ സ്പെഷ്യൽ ഇക്കണോമിക് സോണിന് വേണ്ടി മാത്രമായിട്ടുള്ള ഭൂമിയുണ്ട്. 62 hectares has been allotted to 33 units for food processing, perfumery, engineering services, pharmaceuticals and free trade warehousing zone, generating cargo for the port. ഗേറ്റ്വേ കാർഗോ അവർ തന്നെ ജനറേറ്റ് ചെയ്യുന്നു. ഈ മറ്റ് ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഹരിയാന തുടങ്ങിയ പ്രദേശത്തു നിന്നുള്ള കാർഗോയ്ക്ക് പുറമെ JNP സ്വന്തമായിട്ട് കാർഗോ ഈ പറയുന്ന 277.38 ഹെക്ടർ സ്ഥലത്ത് നിന്ന് 33 യൂണിറ്റ്, അത് വളരെ കുറവാണ്. 33 യൂണിറ്റ് SEZൽ പ്രവർത്തിക്കുന്നത് അന്തർദേശീയ തല. ഞാൻ മനസ്സിലാക്കുന്നത് DP വേൾഡിന് 5000 യൂണിറ്റുകളുണ്ട്. അവരുടെ സ്പെഷ്യൽ ഇക്കണോമിക് സോണിൽ 5000 യൂണിറ്റുകളുണ്ട്. അപ്പോൾ JNPയിൽ ഇത് വളരെ കുറവാണ് സ്ഥലപരിമിതി. പിന്നെ അല്ലെങ്കിൽ അവർക്ക് ഹിന്റർലാൻഡില് നിരവധി വ്യാവസായിക സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി SEZന് അകത്ത് തന്നെ ഇരിക്കേണ്ട കാര്യമില്ല. SEZന് അകത്തിരിക്കുന്നതെല്ലാം വിദേശ കമ്പനികളായിരിക്കും. സ്വദേശ കമ്പനികളുടെ മഹാരാഷ്ട്രയിൽ തന്നെയുണ്ട്. അതിന് തൊട്ടടുത്തുള്ള മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ഒക്കെ ആയിട്ട് നിരവധി സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കാമെങ്കിൽ നമുക്കും വേണമെങ്കിൽ ഭൂമി കണ്ടെത്താം. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ മാരിടൈം ബോർഡിന്റെ കീഴിൽ അധീനതയിൽ ഒളിപ്പിച്ചു വെച്ച ഭൂമി പുറത്തോട്ട് വിട്ടത്. സെയിലിംഗ് കമ്മിറ്റിയുടെ നിരന്തരമായ സമ്മർദ്ദം ഉണ്ട് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുകയാണ്. പൂഴ്ത്തിവെച്ചിരുന്ന ഭൂമിയാണ്. ഇപ്പൊ അത് മറൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസിന് പുറത്തുവിട്ടു. ഇതുപോലെ തലസ്ഥാനത്ത് മാത്രമായിട്ട് തന്നെ സർക്കാർ സ്ഥാപനങ്ങളുടെ കീഴിൽ നിരവധി ഏക്കർ ഭൂമിയുണ്ട്.
അവയെല്ലാം ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി പൂൾ ചെയ്താൽ ഈ പറയുന്ന 277 ഹെക്ടറിൽ അതിനേക്കാൾ കൂടുതൽ ഭൂമി തലസ്ഥാനത്ത് മാത്രമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയാൽ മുംബൈ തുറമുഖത്തെ JNPA കടത്തിവെട്ടുന്ന തരത്തിലുള്ള മുന്നേറ്റം 10 കോടി കണ്ടെയ്നർ എന്ന് പറയുന്ന വലിയ സ്വപ്നത്തിലോട്ട് നമുക്ക് മുന്നോട്ട് പോകുവാനും സംസ്ഥാനത്തെയും രാജ്യത്തെയും വലിയ തോതിലുള്ള വളർച്ചയിലേക്ക് നയിക്കുവാനും കഴിയും എന്നുള്ളതാണ് JNPTയുടെ ഈ 10 കോടി ടൺ ഹാൻഡിൽ ചെയ്ത വാർത്ത വന്നപ്പോൾ എനിക്ക് തോന്നിയ വിചാരവും വികാരവും.